Welcome back to my channel, English Grammar Teaching and Learning. Today, let us continue with the remaining part of the poem, The Seedling. To be sure, the haste and hurry made the seedling sweat and pant, but almost before it knew it, it found itself a plant. To be sure, ഇത് തീർച്ചയാണ്. ദി ഹേസ്റ്റ് ആൻഡ് ഹറി, വേഗതയും തിടുക്കവും. ആർക്കാണ് ഇവിടെ വേഗതയും തിടുക്കവും? ഈ തൈച്ചെടിക്ക്. ബെഡ് ദി സീലിംഗ് സ്വെറ്റ് ആൻഡ് പാൻസ്, ഇത് കാരണം ചെടി വിയർത്തൊലിക്കുന്നു, കിതയ്ക്കുന്നു, അണയ്ക്കുന്നു. ബട്ട് ആൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. പക്ഷെ ചെടി അറിഞ്ഞില്ല അതൊരു ചെടിയായി മാറിയ കാര്യം. ബട്ട് ആൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. അതൊരു ചെടിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നാം അറിയാതെ തന്നെ നമ്മളുടെ പ്രവൃത്തിയോടൊപ്പം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഡൻബർ ഗിവ്സ് ദി സീഡ്ലിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ്. നമ്മുടെ കവി മനുഷ്യൻ്റെ സ്വഭാവം നൽകുകയാണ് ചെടിക്ക്. നമുക്കറിയാമല്ലോ, ഇവിടെ പെർസോണിഫിക്കേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. എന്താണ് പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻ ക്വാളിറ്റീസ് അൺഹ്യൂമൻ ക്വാളിറ്റീസിന് അല്ലെങ്കിൽ അൺഹ്യൂമന് നൽകുന്ന പ്രോസസ്സാണ് പെർസോണിഫിക്കേഷൻ. അവിടെ ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റി ടു ഇൻഹ്യൂമൻ തിങ്സ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഡൻബർ ഗിവ്സ് ദി സീഡ്ലിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ലൈക്ക് ഇറ്റ് ടോക്സ്, ഇറ്റ് തിങ്സ് ആൻഡ് ഈവൻ സ്വെറ്റ് ആൻഡ് പാൻസ്. These are symbolizing the human experience of struggle and triumph. പോരാട്ടത്തിൻ്റെയും വിജയത്തിൻ്റെയും അനുഭവങ്ങളാണ്, മനുഷ്യൻ്റെ അനുഭവങ്ങളാണ് ഇതിലൂടെ കവി വിവരിക്കുന്നത്. ഡൻബർ ഗിവ്സ് ദി സീഡ്ലിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ്. ബൈ വേ ഓഫ് ദിസ് ഇറ്റ് ടോക്സ് ആർ തിങ്സ് ആൻഡ് ഈവൻ സ്വെറ്റ് ആൻഡ് പാൻസ്, സിംബലൈസിങ് ദി ഹ്യൂമൻ എക്സ്പീരിയൻസ് ഓഫ് സ്ട്രഗിൾ ആൻഡ് ട്രയംഫ്. അപ്പോൾ തീംസ് ഓഫ് പെർസിവറൻസ്, ഗ്രോത്ത്, ഇതൊക്കെയാണ് കമ്മ്യൂണൽ അപ്ലിഫ്റ്റ് ഒക്കെയാണ് കവിതയിലൂടെ ഡൻബർ വെളിവാക്കുന്നത്. സോ ടു ബി ഷുവർ ദി ഹേസ്റ്റ് ആൻഡ് ഹറി മേഡ് ദി സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻസ്. അപ്പോൾ ഇവിടെ ചെടി വിയർക്കാനും അതുപോലെ കിതയ്ക്കാനും കാരണം അത് മുകളിൽ വന്ന് ഈ പ്രപഞ്ചം കാണാനുള്ള തിടുക്കം അല്ലെങ്കിൽ വളരാനുള്ള തിടുക്കമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ബട്ട് ആൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് വരുന്നതിൻ്റെ കൂടെ തന്നെ ഈ കഠിനാധ്വാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് വളർന്നത് അറിഞ്ഞില്ല. ദി സൺഷൈൻ poured upon it and the clouds they gave a shower. ഇവിടെ പ്രകൃതിയുടെ രണ്ട് നിയമങ്ങൾ. ദിസ് ഇമേജസ് മിറേഴ്സ് എന്താണ്? ഇമോഷണൽ സ്റ്റേറ്റ്സ്, അൺസർട്ടനിറ്റി, ഹോപ്പ് ആൻഡ് ഡിസയർ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ രണ്ടുപേര് സഹായിക്കുന്നു. ദി സൺഷൈൻ poured upon it, സൂര്യപ്രകാശം വേണ്ടുവോളം നൽകുന്നു, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്നു. ആൻഡ് ദി ക്ലൗഡ്സ് ദേ ഗവ് എ ഷവർ, കാർമേഘം, ഈളടഞ്ഞ കാർമേഘം മഴയും ചൊരിഞ്ഞിരിക്കുന്നു. ആൻഡ് ലിറ്റിൽ പാൻറ് കെപ്റ്റ് ഗ്രോയിങ്, അങ്ങനെ സൂര്യപ്രകാശത്തിൻ്റെയും മഴയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അതങ്ങോട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ലിറ്റിൽ പാൻറ് കെപ്റ്റ് ഓൺ ഗ്രോയിങ് ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ. എവിടെ വരെ അത് വളരുന്നു? അതൊരു പൂവായി മാറുന്നത് വരെ. ഇവിടെ ദിസ് മോറൽ ഇൻസ്ട്രക്ഷൻ ടേൺസ് ദി പോയം ഇൻ ടു എ ജെന്റിൽ ഫേബിൾ. ഇതൊരു കെട്ടുകഥയായിട്ടാണ് നമ്മൾ ഇതിൻ്റെ മോറൽ നോക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് നമ്മളെ നൽകുന്നത്. അതുപോലെ എൻകറേജസ് ലീഡേഴ്സിനെ അത് എൻകറേജ് ചെയ്യുന്നു. ആ തൊട്ടടുത്ത വരികൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലിറ്റിൽ ഫ്ലോക്സ്, മൈ ഡിയർ സ്റ്റുഡൻസ്, ബി ലൈക്ക് ദി സീഡ്ലിംഗ്. നിങ്ങൾ ആരെപ്പോലെയാകണം? ഈ തൈ ചെടിയെ പോലെയാകണം. ആൾവേസ് ഡു ദി ബെസ്റ്റ് യു ക്യാൻ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്തിരിക്കണം, കുട്ടിക്കാലത്തിൽ പോലും. അപ്പോൾ ഇത് ടീനേജിനോടുള്ള ഒരു അഡ്വൈസാണ്. ലിറ്റിൽ ഫോക്സ്, കുട്ടികളെ, ബി ലൈക്ക് ദി സീഡ്ലിംഗ്, നിങ്ങൾ അവരെ പോലെയാകുക. ആരെപ്പോലെ? സീഡ്ലിങ്ങിനെ പോലെയാകുക. അവിടെ ദി യങ് ജനറേഷന് ഉള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്, എസ്പെഷ്യലി ദി ചിൽഡ്രൻ. ടീനേജിനുള്ള ഒരു ഉപദേശമാണ് കവിയുടെ നൽകുന്നത്. ആൾവേസ് ഡു ദി ബെസ്റ്റ് യു ക്യാൻ. നിങ്ങളെ കൊണ്ട് ഒക്കുന്നത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എവരി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ. എല്ലാ കുട്ടികളും
ഓരോ കുട്ടിയും അവരുടെ അധ്വാനം ഷെയർ ചെയ്യണം. എവറി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ. ആ ജീവിതത്തിൽ അനുഭവിക്കുന്ന അധ്വാനം ഷെയർ ചെയ്യണം. ജസ്റ്റ് ആസ് വെൽ ആസ് എവരി മാൻ. ആരെപ്പോലെ? ഓരോ പ്രായമെത്തിയ മനുഷ്യൻ ചെയ്യുന്നത് പോലെ. അവിടെ ഒരു മെറ്റഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ദി സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു. അതുപോലെ ഇവിടെ സൂര്യനുണ്ട്, മഴയുണ്ട്. അപ്പോൾ മഴയും വെയിലും നിങ്ങളെ സഹായിക്കും. ത്രൂ ദി ലോൺസം, നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല. സ്ട്രഗ്ലിംഗ് അവേഴ്സ്, നിങ്ങൾ പോരാട്ടം നടത്തുമ്പോൾ അവിടെ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട്. ടിൽ യു റൈസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി. നിങ്ങൾ എവിടെ എത്തുന്നത് വരെയും, ആ സൂര്യപ്രകാശം കാണുന്നത് വരെയും, മനോഹാരിതയിലേക്ക് എത്തുന്നവരെയും, വിർച്യൂസ് ഫെയർ, നന്മയുടെ സുന്ദരമായ വാടാത്ത പൂക്കളായി നിങ്ങൾ മാറുന്നത് വരെ. വിർച്യൂസ് ഫെയർ, നന്മയുടെ സുന്ദരമായ അൺഫെയ്ഡിങ് ഫ്ലവേഴ്സ്, ഒരിക്കലും വാടാത്ത സുന്ദരമായ മനോഹരമായ നന്മയുടെ പൂക്കളായി മാറുന്നത് വരെ നിങ്ങളോടൊപ്പം സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്നുറപ്പ് നൽകുകയാണ് സൺ ആൻഡ് ക്ലൗഡ്, അല്ലെങ്കിൽ ഇവിടെ സൂര്യപ്രകാശവും മഴയും. സോ മെനി ഫിഗർ ഓഫ് സ്പീച്ച് ആർ യൂസ്ഡ് in this poem. അവിടെ ലൈഫ് ഈസ് എ ജേർണി, ഷീ ഈസ് എ ഷൈനിങ് സ്റ്റാർ. ഇവിടെ ഞാൻ മെറ്റഫറിനെ കുറിച്ച് പറയാം ആദ്യം. മെറ്റഫർ എന്താണ്? മെറ്റഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പയർസ് ടു തിങ്സ് വിത്തൗട്ട് യൂസിങ് ആസ് ഓർ ലൈക്ക്. ആസോ ലൈക്ക് ഉപയോഗിക്കാതെ തന്നെ രണ്ട് വസ്തുക്കളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുക. എ മെറ്റഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പയർസ് ടു തിങ്സ് വിത്തൗട്ട് യൂസിങ് ആസ് ഓർ ലൈക്ക്. എക്സാമ്പിൾ, ലൈഫ് ഈസ് എ ജേർണി. ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. അപ്പോൾ അവിടെ ആസ് ലൈക്കും ഉപയോഗിച്ചിട്ടില്ല, ജീവിതത്തെ യാത്രയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ഷീ ഈസ് എ ഷൈനിങ് സ്റ്റാർ. അവൾ ഒരു തിളക്കമറന്ന നക്ഷത്രമാണ്. അപ്പം അവളെയും നക്ഷത്രത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ഇനി സിമിലി എന്ന് പറഞ്ഞാൽ സെയിം. അവിടെ നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ദാറ്റ് കമ്പയർസ് ടു തിങ്സ് വിത്ത് യൂസിങ് ആസ് ഓർ ലൈക്ക്. ആസ് ഓർ ലൈക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സിമിലി എന്ന് പറയാം, ഉപമ എന്ന് പറയാം. ഷീ ഈസ് സ്വീറ്റ് ആസ് ഹണി. അവൾ തേൻ പോലെ മധുരമുള്ളവൾ ആകുന്നു. ഹി റൺസ് ലൈക്ക് എ ചീത്ത. ചീത്തയെ പോലെ. അപ്പോൾ അവിടെ ലൈക്ക് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സെൻസിൽ ആസ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഹി റൺസ് ലൈക്ക് എ ചീറ്റ എന്ന് പറയുമ്പോൾ അവൻ ഓടുന്നു, അവൻ്റെ ഓട്ടം എന്ന് പറയുന്നത് ഓടുന്നത് എങ്ങനെയാണ്? ചീറ്റയെ പോലെ, അത്ര സ്പീഡിൽ. ഷീ സ്വീറ്റ് ആസ് ഹണി. ആസ് ഉപയോഗിച്ച് കമ്പയർ ചെയ്തിരിക്കുന്നു. ഇനി ഇതിനകത്തെ പെർസോണിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. പെർസോണിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, അവിടെ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ്. അപ്പോൾ ഈ ചെടി സംസാരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, വിയർക്കുന്നുണ്ട്, കിതയ്ക്കുന്നുണ്ട്. ഇതിനൊക്കെ അതുപോലെ തന്നെ അല്ലിട്രേഷനും ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലിട്രേഷൻ ഇവിടെ, വാട്ട് ഈസ് അല്ലിട്രേഷൻ? ദി ഒക്കറൻസ് ഓഫ് ദി സെയിം ലെറ്റർ ഓർ സൗണ്ട്. സെയിം ലെറ്ററോ അല്ലെങ്കിൽ സൗണ്ടോ എവിടെ വരുന്നു? അറ്റ് ദി ബിഗിനിങ് ഓഫ് ഓർ ഓഫ് അഡ്ജസെന്റ് ഓർ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. അപ്പോൾ അഡ്ജസെന്റ് അടുത്ത വാക്കുകളായിട്ട് വരാം. അപ്പോൾ സെയിം സൗണ്ട് അല്ലെങ്കിൽ സെയിം ലെറ്റർ റിപ്പീറ്റ് ചെയ്യുകയാണ്. ദി ഒക്കറൻസ് ഓഫ് ദി സെയിം ലെറ്റർ ഓർ സൗണ്ട് അറ്റ് ദി ബിഗിനിങ്, തുടക്കത്തിൽ വരുന്നു. ഓർ അഡ്ജസെന്റ് ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. അതാണ് ഇവിടെ അലിട്രേഷൻ ആയിട്ട് പറയുന്നത്. ഇവിടെ നമ്മുടെ പോയറ്റിലെ അലിട്രേഷൻസ് പരിശോധിച്ചാൽ ലിറ്റിൽ ലീഫ്ലെറ്റ്, ലിറ്റിൽ ലീഫ്ലെറ്റ്, എൽ ലീഫ്ലെറ്റ്സ്. അപ്പം ലീഫ്ലെറ്റ് ലൈക്ട്, ലീഫ്ലെറ്റ് ലൈക്ട്. ഹേസ്റ്റ് ആൻഡ് ഹറി, ഹേസ്റ്റ് ഹറി. A seedling a set, found itself a flower. അപ്പോൾ found itself a flower. A fair unfading flowers. ഇങ്ങനെ നമുക്ക് ഫിഗർ ഓഫ് സ്പീച്ച് കവി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് എ ടെക്നിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു ഇംപ്രസ് ദി പോയം. അപ്പോൾ ആലങ്കാരികമായിട്ട് കവിതയെ മനോഹരമാക്കാൻ വേണ്ടി കവികൾ ഉപയോഗിക്കുന്ന ചില മനോഹരമായ പ്രയോഗങ്ങളാണ് ഫിഗർ ഓഫ് സ്പീച്ച്. പിന്നെ ഇതിനകത്ത് റൈമിംഗ് സ്കീം നമ്മൾ നോക്കിയാൽ, ആസ് എ ക്വയർ ലിറ്റിൽ സീഡ്ലിംഗ് lay within its darksome bed, to itself it fell a talking.
ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെറ്റ്. അപ്പോൾ അവിടെ സീഡ്ലിംഗ് എ ബി എ ബി റൈം സ്കീമാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അവിടെ സീഡ്ലിംഗ്, അതുപോലെ ടോക്കിംഗ് എയും സിയും, അതുപോലെ തന്നെ ബിയും എ ബി. രണ്ടാമത്തേൽ വന്നിരിക്കുന്നത് ബെഡ് സെഡ്. അങ്ങനെ താഴോട്ട് പരിശോധിച്ചാൽ ബസ്റ്റ് മൊമെന്റ്, ക്യാൻ ബിഗൻ, വേ ഡേ, ദെൻ സ്റ്റം ദം, റെസ്പെക്ട് ഹേർഡ് ഇറ്റ്, then hurry, plant, then next shower, flower, then can, man, then next flowers, hours. ഈ രീതിയിൽ നമുക്ക് റൈമിംഗ് സ്കീമും കാണാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ് പോയം, ദിസ് സീഡ്ലിംഗ്. സോ സ്റ്റഡി വെൽ. അപ്പോൾ ഈ 2 ക്ലാസ്സിലൂടെ നമ്മൾ ദി സീഡ്ലിംഗ് എന്ന പദ്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, പ്ലീസ് കമൻറ്റ് ഇൻ മൈ കമൻറ്റ് ബോക്സ്. താങ്ക് യു സോ മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ.